എല്ലാവർക്കും നമസ്കാരം. റാവുംകൂട്ട് ഷാപ്പ് എന്ന് പറയുന്ന സിനിമ ഞങ്ങളുടെ ഏറ്റവും പുതിയ സിനിമ ഇന്ന് റിലീസായിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും സിനിമ കണ്ടവരുണ്ടെന്ന് തോന്നുന്നു. കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. കണ്ടവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ശ്രീരാജ് എന്ന് പറയുന്ന പുതിയൊരു സംവിധായകൻ ആണ് ഇതിൻ്റെ ഡയറക്ടർ. ശ്രീരാജ് ശ്രീനിവാസൻ. അദ്ദേഹത്തിന് ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. ബാക്കി കാസ്റ്റ് ഒരു എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അൻവർ റഷീദ് എൻ്റർടൈൻമെൻറ്റിൻ്റെ ബാനറിൽ നിർമ്മിക്കപ്പെട്ട് ഷൈജു ഖാലിദ് ക്യാമറ ചെയ്ത്, വിഷ്ണു വിജയ് മ്യൂസിക് ചെയ്ത്, ഷഫീഖ് മുഹമ്മദ് അലി എഡിറ്റ് ചെയ്ത്, പിന്നെ ഈ പറയുന്ന ഈ നിരയിലിരിക്കുന്ന ഒരു പറ്റം ആളുകൾ അഭിനയിച്ച സിനിമയാണ്. സംബിക്ക, ചാന്ദിനി, ശിവജിത്തേട്ടൻ, അങ്ങനെ എവറീഷ്, നമ്മുടെ നിയാസിഫ്, ഇവിടെ എല്ലാവരും. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു 10-90 ദിവസത്തോളം 100 ദിവസത്തിൻ്റെ മേലെ ഷൂട്ട് ചെയ്ത സിനിമയാണ്. തൃശ്ശൂർ ഭാഗത്തൊക്കെ ആയിട്ട് ഞങ്ങളെല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. ഈ പറയുന്ന ഒരു കള്ള് ഷാപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു നാടൻ പാട്ടുകളൊക്കെ ഉള്ള ഒരു നാട്ടുമ്പുറത്തെ ഒരു കള്ള് ഷാപ്പിൽ നടക്കുന്ന ഒരു കൊലപാതകവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണങ്ങളൊക്കെയാണ് ഈ സിനിമ. ഒരു ഡാർക്ക് കോമഡി സസ്പെൻസ് ത്രില്ലർ എന്ന് പറയുന്ന പോലത്തെ ഒരു ജോണറിൽ പെടുന്ന ഒരു സിനിമയാണ്. ഈ പറയുന്ന പോലെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സിനിമയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ പറയുന്ന നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തൊക്കെ ഹ്യൂമറൊക്കെ വരുന്ന പോലെയൊക്കെയുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ്. ശ്രീരാജിന് മൊത്തത്തിലുള്ള കാഴ്ചപ്പാട് തന്നെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാഴ്ചപ്പാടിലുള്ള ഒരാളാണ് ശ്രീരാജ്. നമ്മൾ സ്ഥിരം പതിവ് രീതികളിൽ നിന്നൊക്കെ മാറിയിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ അത് തന്നെയാണ് ഈ സിനിമയിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. പുള്ളിയുടെ ഷോർട്ട് ഫിലിമൊക്കെ ആണെങ്കിലും തുമ്പ എന്നൊക്കെ പറയുന്ന ഷോർട്ട് ഫിലിമിനൊക്കെ ഇങ്ങനത്തെ ഒരു കളറുണ്ട്. അതുപോലെ തന്നെയുള്ള രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റാണ് ഈ സിനിമയിലുള്ളത്. അപ്പോൾ ഞങ്ങളെക്കാളും ഈ സിനിമ ആക്ച്വലി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഈ പറയുന്ന ഇതിൽ അഭിനയിച്ചിരിക്കുന്ന കുറേ ആക്ടേഴ്സ് ഉണ്ട്. വളരെ പുതിയ ആക്ടേഴ്സ് ഉണ്ട്. കുറേ കാലങ്ങളായിട്ട് നാടകമൊക്കെ ചെയ്യുന്ന, നാടകത്തിലൊക്കെ വളരെ പോപ്പുലറായിട്ട് നിന്ന ആക്ടേഴ്സൊക്കെ ഒരുപാട് പേര് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം കുറേ കാലങ്ങളുടെ കാത്തിരിപ്പാണ് ഈ സിനിമ. അപ്പോൾ ഞങ്ങളെക്കാളും ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ട് ഈ സിനിമയിൽ വരികയും അഭിനയിക്കുകയും ഇപ്പോൾ റിലീസിൻ്റെ അന്ന് വരെ പല നാടുകളിൽ നിന്നൊക്കെ ആയിട്ട് ഇവിടെ കൊച്ചിയിൽ വന്ന് വനിതാ വിനിതയിൽ ഫസ്റ്റ് ഷോ തിയേറ്ററിൽ സിനിമ കാണാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്ന, ഭയങ്കര പ്രതീക്ഷയോടെ വന്നിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒരു വലിയ സ്വപ്നം പൂവണിയുന്ന ഒരു ദിവസം കൂടെയാണത്. അപ്പോൾ ഈ സിനിമ അവർക്കുള്ളതാണ് ആക്ച്വലി. ഈ പറയുന്ന ഇവിടെ ഇരിക്കുന്ന ഈ ആക്ടേഴ്സും പിന്നെ ഒരുപാട് പുതിയ സെറ്റ് ഓഫ് വേറെ കുറേ ടെക്നീഷ്യൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു സിനിമയാണ്. അപ്പോൾ എല്ലാവരും തന്നെ മനോഹരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഇവരൊക്കെ എവിടെയായിരുന്നു ഇത്രയും കാലം എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള പ്രകടനങ്ങളാണ് ഇവരെല്ലാവരും തന്നെ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവരുടെയൊക്കെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. സിനിമ നല്ല അഭിപ്രായങ്ങളാണ് നമ്മൾ കണ്ടെടുത്തോളം കണ്ടവരൊക്കെ സംസാരിക്കുകയും വിളിക്കുകയും ഫോണിൽ മെസ്സേജ് അയക്കുകയും ഒക്കെ ചെയ്തവരിന്നൊക്കെ നല്ല അഭിപ്രായമാണ്. തിയേറ്ററിലും നല്ല അഭിപ്രായം ഉണ്ടായിരുന്നു. അപ്പോൾ ബാക്കി നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. 2024 ഏറ്റവും കൂടുതൽ ഹിറ്റ് ചെയ്തിട്ടുള്ള ഒരു നടന്മാരിലെ ഒരാളാണ് ബേസിൽ. അപ്പോൾ ഇപ്പോൾ പ്രാവുംകൂടി ഷാപ്പും നല്ല റെസ്പോൺസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്താ ഇതിന് ഗുഡൻസ് എന്താണ് ചെയ്യുന്ന ഫിലിംസ് എല്ലാം ഹിറ്റ് ആവുന്നതിന്റെ? നല്ല സിനിമ അല്ല, സിനിമകളൊക്കെ നല്ലതായതുകൊണ്ട് തന്നെയാണല്ലോ. സിനിമ നല്ലതാണെങ്കിൽ ഹിറ്റാവും, മോശമാണെങ്കിൽ ആവില്ല. അത്രേ ഉള്ളൂ. ചെയ്യുമ്പോൾ നല്ലത് നോക്കി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ. ഗുഡൻസ് പിന്നെ അത് വർക്ക് ചെയ്തവരൊക്കെ നല്ല ടെക്നീഷ്യൻസ്, നല്ല ഡയറക്ടേഴ്സൊക്കെയാണ്. ശ്രീരാജ് ഉൾപ്പെടെ. അപ്പോൾ അവരൊക്കെ തന്നെയാണ് എല്ലാവരും കൂടെ ഉള്ളൊരു പരിപാടിയാണ്. അതേപോലെ തന്നെ ഇതില് 2-3 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ബൈക്ക് റൈഡ് സീനുണ്ട്. അത് എത്രത്തോളം ബുദ്ധിമുട്ടായിരുന്നു? ഒറിജിനൽ അഡ്യൂപ്പാണോ ഒറിജിനലാണോ ചെയ്തത്? ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ചെയ്യാൻ. പാടുപെട്ടു കുറച്ചധികം. ഞാൻ ഇപ്പോൾ എന്തെങ്കിലും സംഭവിക്കും എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ ചെയ്തത്. പലരും പറഞ്ഞു എന്നോട് ചെയ്തത് പക്ഷെ അങ്ങനെ ഞാനത് ചെയ്തു. ഹെൽമെറ്റൊക്കെ ഇട്ടുകൊണ്ട് ഒരു ധൈര്യം ഉണ്ടായിരുന്നു. എന്തെങ്കിലും പറ്റിയാലും കുഴപ്പമില്ല എന്നുള്ളൊരു കാര്യം. പക്ഷെ ആ പറപ്പിച്ചങ്ങോട്ട് പിന്നെ നോക്കിയില്ല.
ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാറ്റുലേഷൻ. നല്ല അടിപൊളിയായിട്ട് പടം വന്നിട്ടുണ്ട്. നല്ലൊരു വൈബ് പടം, അതാണ് തോന്നിയത്. ഓരോരുത്തരുടെ പെർഫോമൻസ്, പിന്നെ ഷോർട്സ്, അയ്യോ രക്ഷയില്ല. ഷൈജു കാലത്തേക്കൊന്നും വന്നിട്ടില്ല. അതിൽ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു. അതില് ശിവജിത്ത് ചേട്ടന്റെ മൂത്രപ്പര ഫൈറ്റ് സീനില്ലേ, അതൊരു ഭയങ്കര സീനായിരുന്നത്. അതെങ്ങനെയാണ് ചെയ്തെടുത്തതെന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. അതിന്റെ മേക്കിംഗ് ആയാലും പിന്നെ നിങ്ങളുടെ പെർഫോമൻസ് ആയാലും ഒക്കെ എങ്ങനെ അത് മേക്ക് ചെയ്തെടുത്തു, അവരുടെ എക്സ്പീരിയൻസ്. ശ്രീരാജ് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ഫൈറ്റ് ഉണ്ട്. ആ ഫൈറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. പക്ഷെ നമ്മൾ ആ ഫൈറ്റ് തുടങ്ങുന്നതിൻ്റെ ഒരു 2 ദിവസം മുന്നേ മാസ്റ്ററുമായിട്ട് ഇരുന്ന് ഒരു പ്രാക്ടീസ് സെഷൻ ഉണ്ടായിരുന്നു. കാരണം അതിൽ കൂടുതലും ലെങ്തി ആയിട്ടുള്ള സിംഗിൾ ഷോട്ട് പരിപാടിയാണ് ഉണ്ടായിരുന്നത്. അപ്പം നമുക്ക് ആ സമയത്ത് കുറേ പ്രാക്ടീസ് ചെയ്ത് ചെയ്യാൻ പറ്റില്ല. അത് നമുക്ക് അറിയുകയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് കുറച്ചും കൂടി കൂടുതൽ പെട്ടെന്ന് തന്നെ ഇത് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒന്ന് അത്, രണ്ടാമത് ഞാൻ ചെയ്തിട്ടുള്ള ഫൈറ്റ് പോലെ അല്ല അത്. ഇപ്പം കളരി ചെയ്തിട്ടുണ്ട് ARM-ൽ. അപ്പോൾ അതൊരു കളരിയുടെ ഒരു രീതിയിൽ പോകും. ഇപ്പം മുന്നേ ചെയ്തതാണെങ്കിൽ ഒരു ബോക്സിംഗ് ടൈപ്പ് ഫൈറ്റാണ് കൽക്കിൽ ചെയ്തത്. ഇത് ശരിക്കും ഒരു നാടൻ ഒരു ഫൈറ്റാണ് വേണ്ടത്. അപ്പം ശരിക്കും നമുക്ക് കുറച്ചും കൂടി മാക്സിമം ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ടായിരുന്നു. അപ്പം അത് നമുക്ക് ഇപ്പം മാസ്റ്റർ ആയാലും നമുക്ക് ആ ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു ചെയ്യുമ്പോൾ. പിന്നെ കൂടുതലും എനിക്ക് ഫൈറ്റ് ചെയ്യുമ്പോഴും കുറച്ചുകൂടി എന്താ പറയുക, റിയലിസ്റ്റിക്കിലോട്ട് പോകാനും താല്പര്യം. അപ്പോൾ ആ ഒരു പെയിനൊക്കെ വരുമ്പോൾ നമുക്ക് കൂടുതൽ ആ ഒരു സംഭവം കിട്ടും. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ കൂടെയുള്ള കൂട്ടുകാരൻ പടം കണ്ടെന്ന് പറഞ്ഞായിരുന്നു, നല്ല കിൻഡൽ ഇടി എന്ന് പറഞ്ഞായിരുന്നു ശിവജി ചേട്ടന്റെ. അപ്പൊ റിയൽ ലൈഫിന് നല്ല ഇടിക്കാരനാണോ? അയ്യോ, കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ശിവജിത്ത് ആക്ച്വലി കലാപ്രതിഭയാണ്. സ്കൂൾ കലോത്സവത്തില് 8 ഇനങ്ങളിലും കണ്ട് ഫസ്റ്റ് പ്രൈസ് മേടിച്ചിട്ടുള്ള ആളാണ്. കഥകളി, മോഹിനിയാട്ടം, 99 2 വർഷം സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവൽ കലാപ്രതിഭയായിരുന്നു. ആ സമയത്ത് ചെറുപ്പത്തിൽ നമ്മൾ ആ സമയത്ത് എനിക്ക് 4th സ്റ്റാൻഡേർഡ് മുതലേ എനിക്ക് ആർട്ട് പഠിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. അതിനുള്ളൊരു അവസരം ഇപ്പോഴത്തെ പാരൻസ് ആയാലും എൻ്റെ ഗുരു കലാമണ്ഡലം എൻ്റെ അമ്മായിയാണ്. അപ്പം അങ്ങനെ ഒരു എല്ലാവരും പഠിപ്പിച്ചുകൊണ്ട് ആ പ്രായത്തിലൊന്നും നമുക്കൊന്നും പഠിക്കാൻ വേണ്ടി പോകാൻ താല്പര്യമൊന്നും ഉണ്ടാവില്ല. കൂടുതലും ഫ്രണ്ട്സുമായിട്ടൊക്കെ കളിക്കാനായിരിക്കും കൂടുതലും. പക്ഷെ എന്നെ ഫോഴ്സ്ഫുള്ളി ചെയ്യിപ്പിച്ച് ഞാൻ അങ്ങനെ കുറേ പഠിച്ചിട്ടുള്ള കലാരൂപങ്ങളുണ്ടായിരുന്നു. സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിലേക്ക് പങ്കെടുക്കാൻ പറ്റി. 2-3 വർഷം പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് നമ്മൾ ഈ പറയുന്ന പോലെ കഥകളി, ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, നാടോടി ഇതിനൊക്കെ ഫസ്റ്റ് പ്രൈസ് ആയിരുന്നു ആ സമയത്ത്. പിന്നെ അത് ഞാൻ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോയില്ല. കാരണം അന്നും എൻ്റെ ആഗ്രഹം സിനിമ തന്നെയായിരുന്നു. അപ്പോൾ 98-ൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, മാതൃഭൂമി ഒരു ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ആരാണ് ആഗ്രഹം എന്ന് ചോദിക്കാൻ. എനിക്കന്ന് 14 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു സിനിമ നടനാവാനാണ് ആഗ്രഹം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ എല്ലാ ആർട്ടും ഒരുമിച്ച് നമുക്ക് കൂടുതലും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് സിനിമ എന്നുള്ളത് കൊണ്ടാണ് എന്നെ ചെയ്യിക്കുന്നത്. അപ്പോൾ ഇപ്പോഴും സിനിമ തന്നെയാണ്. അതിന് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ, ഇപ്പോൾ കളരി ചെയ്യാൻ പഠിച്ചതും സിനിമയ്ക്ക് വേണ്ടി പഠിച്ചത്. പക്ഷെ കുറേ നാളുകൾ പഠിക്കാൻ എനിക്ക് പറ്റും. ഒരു 1.5 വർഷത്തോളം കളരി പഠിച്ചു ഫസ്റ്റ് മൂവിക്ക് വേണ്ടി. പിന്നെ അത് ARM-ൽ അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റി അങ്ങനെ ഒരു സംഭവം. ഓരോ സംഭവങ്ങൾ പഠിക്കുമ്പോഴും കൂടുതൽ ഡെപ്തോട് കൂടി പഠിക്കുക എന്നുള്ള വലിയ ഇഷ്ടമാണ്. വേറെ ഒന്നും ഒന്നും താല്പര്യമില്ല. ഇതില് ബേസിന്റെ കഥാപാത്രം എന്ന് പറയുന്നത് ഒരേ സമയം ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള പോലീസ് ഓഫീസറാണ്. അത് പിന്നെ എന്ന് പറയുന്നത് ഒരു കോമഡി, അതേ ടൈമിൽ തന്നെ കോമഡിയും ചെയ്യണം. അതാണോ ഇതില് സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യാനുള്ള കാരണം? അതോ പോലീസ് ഓഫീസർ ആയതുകൊണ്ടാണോ? അല്ല, അതിന്റെ ക്യാരക്ടറിന് അങ്ങനെ ഒരു ക്രിക്കിനെസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയത്. വെറുതെ ഒരു പോലീസ് റോളല്ല. കാരണം നമ്മൾ കുറ്റാന്വേഷണം നടത്തുന്ന പോലീസ് ഓഫീസേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ടെംപ്ലേറ്റ് ഉണ്ടാവില്ല. അതിൽ നിന്ന് മാറിയിട്ടുള്ള രീതിയിലുള്ള ഒരു പോലീസ് ഓഫീസറായിരുന്നു. ശ്രീരാജാണ് അതിൻ്റെ ഒരു ബേസിക്, എന്താ പറയുക, ആ എഴുത്തിലൊക്കെയുള്ള ശ്രീരാജിൻ്റെ ഒരു ക്രിക്കിനെസ് ഉണ്ട്. ശ്രീരാജ് മൊത്തത്തിൽ ഇങ്ങനത്തെ ഒരു എല്ലാത്തിനും ഇങ്ങനെ വേറെ രീതിയിൽ ആലോചിക്കുന്ന ഒരാളാണ്. അപ്പോൾ എല്ലാത്തിനും കോമഡി, നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തൊക്കെ
ഹ്യൂമറൊക്കെ കൊണ്ടുവരും. അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു പോലീസുകാരൻ. അയാൾ ഇപ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള അന്വേഷണത്തിൻ്റെ ഇടയിൽ ചിലപ്പോൾ പെട്ടെന്ന് സീരിയസ് ആണ്, തമാശയ്ക്ക് വേണ്ടിയൊന്നും ചെയ്യുന്നില്ല, പക്ഷെ ചിലപ്പോൾ തമാശയൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെയുള്ളൊരു സ്പേസിലായിരുന്നു നിൽക്കുന്നത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു റോളാണ്. അപ്പോൾ അത് തന്നെയാണ് അത് ചെയ്യുമ്പോഴും ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയത്. പിന്നെ ശ്രീരാജ് ഒരു 2 ടേക്ക് കഴിഞ്ഞിട്ട് നമുക്കിത് ഓക്കെ ആണെന്നൊക്കെ നമ്മൾ വിചാരിച്ച് നമുക്ക് എന്നാൽ ശരി എന്നൊക്കെ പറഞ്ഞ് പോകാൻ നേരത്ത് ശ്രീരാജ് അവിടെ പോയില്ല, ആയില്ല പറഞ്ഞിട്ട് പിന്നെ ഒരു കുറേ പ്രാവശ്യം കൂടെ വീണ്ടും കഴിഞ്ഞാൽ ശ്രീരാജ് കുറേ ഫീഡ്ബാക്ക് തരും. അങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ ചെയ്യും, അങ്ങനെ ചെയ്യും, അങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് പല പല രീതിയിൽ മാറ്റി ചെയ്യിപ്പിക്കുമായിരുന്നു. അപ്പോൾ പെട്ടെന്നൊന്നും ടേക്ക് ഓക്കെ ആവാൻ സമ്മതിക്കില്ല. ആൾ അങ്ങനെ എങ്ങനെ ഇമ്പ്രൂവൈസ് ചെയ്ത് വേറെ വേറെ രീതിയിലൊക്കെ ഫീഡ്ബാക്സ് ഒക്കെ തന്നു. കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, കുറച്ച് പാടായിരുന്നു. അത് എല്ലാവർക്കും അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെ പെട്ടെന്ന് ഓക്കെ പറയുന്ന ഒരു ഡയറക്ടറല്ല. പുള്ളിക്ക് വേറെ പല പല ഫീഡ്ബാക്സും തോട്ട് പ്രോസസ്സൊക്കെ ഉള്ള ഒരാളാണ്. എല്ലാം വേറെ രീതിയിൽ ആലോചിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ അതൊക്കെയാണ് ക്യാരക്ടേഴ്സിൽ എല്ലാവരുടെയും പെർഫോമൻസസിൽ അത് റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടിരിക്കുന്നത്. സൗബിൻ്റെ കോമ്പിനേഷൻസ് ഒക്കെ എങ്ങനെയുണ്ട്? ആദ്യമായിട്ടാണല്ലോ സൗബിൻ ബേസിൽ കോംബോ വരുന്നത്. നമ്മൾ മായാനദിയിൽ അല്ല ഈ മുഴുവൻ വൈറസിലുണ്ട്. പക്ഷെ മുഴുനീള കോമ്പിനേഷൻസ് ഒക്കെ ആദ്യമായിട്ടാണ് വരുന്നത് ഇത്ര കണ്ടിന്യൂസ്. നമ്മൾ ശരിക്കും പറഞ്ഞാല് ഫിലിം വർക്കിനെ അധികം അങ്ങനെ അടുത്ത് പരിചയപ്പെടലും കുറവായിരുന്നു ഞങ്ങള്. ഈ പടത്തോടു കൂടിയാണ് ഞങ്ങള് ഭയങ്കര പരിചയമൊക്കെ ആയത്. ഇപ്പൊ എല്ലാ ദിവസവും രാവിലെ വീഡിയോ കോളൊക്കെ ചെയ്യും, രാത്രിയൊക്കെ ഗുഡ് നൈറ്റ് ഒക്കെ പറയും. കാരണം ഇപ്പോഴാണ് മനസ്സിലായത് കറക്റ്റായിട്ട്. പിന്നെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ബേസിലൂടെ വർക്ക് ചെയ്യണം, അഭിനയിക്കണം എന്നുള്ള കാരണം നമുക്കറിയാം നമ്മുടെ ഫ്രണ്ട്സിന്റെ സുഹൃത്തുക്കളുടെ പടങ്ങളിൽ തന്നെയാണ് ബേസിൽ അഭിനയിച്ചിട്ടുള്ളതും. അപ്പോൾ അവര് പറഞ്ഞിട്ടും അറിയാം. പിന്നെ നമ്മളെല്ലാ സ്ഥലങ്ങളിൽ വെച്ച് കാണാറുണ്ട്. പിന്നെ കോമ്പറ്റീഷൻ ചെയ്യാൻ നേരത്താണ് ഇപ്പോൾ 2 തരത്തിൽ നിൽക്കുന്ന ക്യാരക്ടേഴ്സ് ആണല്ലോ. അപ്പൊ അതുകൊണ്ട് പിന്നെ പല പല ടേക്കുകൾ ഇങ്ങനെ പോകുന്നതോറും ഞങ്ങൾക്ക് അത് കുറച്ചും കൂടി അടിപൊളിയായിരുന്നു. കാരണം ഒന്നാമത് ഞാൻ പോയിട്ട് കൊച്ചി ഭാഷ തൃശ്ശൂർ ഭാഷ പറഞ്ഞിരിക്കുന്നതാണ്. അപ്പൊ തന്നെ കുറേ അധികം ടേക്കുകൾ ഇങ്ങനെ പോവായിരുന്നു. കാരണം അതിന്റെ കറക്റ്റ് ഇത് കിട്ടാൻ ഡബ്ബാണെങ്കിൽ ഇപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഒരു മൂവി ഒരു 8 ദിവസം എടുത്ത് ഡബ് ചെയ്യുന്നത്. മറ്റേ ഫാസ്റ്റായിട്ട് നമ്മളൊരു ട്രാക്കുള്ളതുകൊണ്ട് ചെയ്തു പോകുന്നത്, പക്ഷെ നിർത്തിയത് ഓരോരോ സീൻ അങ്ങനെ ചെയ്താൽ പോയത്. പിന്നെ ബേസിലൂടെ വർക്ക് ചെയ്യൽ ഭയങ്കര അടിപൊളിയായിരുന്നു. എനിക്ക് ബേസിന്റെ ഏറ്റവും ഇഷ്ടമുള്ള പെർഫോമൻസ് ആയിട്ടുള്ളൊരു മൂവി കൂടിയാണ് പ്രാമുഷ. അപ്പോൾ ഭയങ്കര സൈറ്റിലായിട്ടുള്ളൊരു ഭയങ്കര രസമുള്ള റിയാക്ഷൻസും കാര്യങ്ങളാണ്. ഭയങ്കര ഇഷ്ടം തോന്നിയൊരു ക്യാരക്ടറാണ്. അടിപൊളി. ഇനി അങ്ങോട്ടും ഒരുപാട് പടങ്ങളിലും വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം അല്ലേ? എനിക്ക് തീർച്ചയായിട്ടും എൻ്റെയും സൗബിക്കയുടെ ഫേവറേറ്റ് സിനിമകളിലൊന്നാണ് തീർച്ചയായിട്ടും. എല്ലാ രീതിയിലുള്ള മാനേഴ്സ് ഉണ്ടായി. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റി പറയണില്ല, അവിടെ വന്നിട്ട് പറയാം. പെർഫോമൻസ് അടിപൊളിയായിരുന്നു. ആ ക്യാരക്ടറിന് വേണ്ടി എത്രത്തോളം ചാലഞ്ചിങ് ആയിരുന്നു, ഫിസിക്കലി ഹാൻഡികാപ്ഡ് ആയാലാണ്. അതെ, അത് പറയുമ്പോ തന്നെ ഞൊണ്ടമാണ്. ഇങ്ങനത്തെ ലുക്കാന്ന് പറയും. ലുക്കിൽ കുഴപ്പമില്ലായിരുന്നു, ഞൊണ്ടനാണ് പറയും. പക്ഷെ ഷൂട്ടിന്റെ തലേ ദിവസം എപ്പോഴാണ് ടെൻഷൻ തുടങ്ങിയത്. കാരണം ഇത് ഫുള്ള് പിടിക്കണല്ലോ. അപ്പൊ എന്ത് ഞൊണ്ട് പിടിക്കണം. കൂടിക്കഴിഞ്ഞാലും കുറച്ച് ഭയങ്കര കൂടുതലായിരിക്കും, ഭയങ്കര കുറഞ്ഞു പോയി കഴിഞ്ഞാലും ഇയാൾക്ക് എന്തും ചെയ്യാൻ പറ്റും അതിനപ്പുറത്തേക്ക്. അപ്പൊ അതുകൊണ്ട് പതുക്കെ നടക്കുന്ന ഒരാൾ പിന്നെ മൂവി തോറും ഓടുമ്പോൾ അതിന് കുറച്ചും കൂടി സ്റ്റൈൽ വരും. അത് ഫസ്റ്റ് ചെയ്യാന്ന് തോന്നുന്നു. ഫസ്റ്റ് ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിൽ. കാരണം അതിനു മുമ്പ് ഞൊണ്ടി നോക്കിയില്ല. ഞാൻ പണ്ട് സ്കൂളിലും കൂട്ടുകാരന്മാരുടെ കൂടെ ഒക്കെ വെറുതെ നടന്നു പോകുമ്പോൾ ടൂറൊക്കെ പോകുന്ന നേരത്ത് വെറുതെ കൂട്ടുകാരന്മാർ കുറച്ച് ഗ്യാങ് ടീമുകളൊക്കെ വരാൻ നേരത്താണെങ്കിൽ കൂട്ടുകാരാണെങ്കിൽ അവൻ്റെ കൈ പിടിച്ച് പെട്ടെന്ന് ഒരു ഞൊണ്ടനെ പോലെയൊക്കെ നടന്ന് അവൻ്റെ അങ്ങനെയൊക്കെ പോകുന്നല്ലാണ്ട്. പിന്നെ ഇതിൽ നമ്മുടെ ഡാതടിയിലെ ഒരു സോങ് കെട്ടിൽ ഞാൻ ബാസിന്റെ ബൈക്കിലോട്ട് ഞൊണ്ടനായിട്ട് ഓടി വന്ന് ചാടിക്കയറുന്നൊരു ഷോട്ടുണ്ട്. അതിലാണ് ഈ ഞൊണ്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിൻ്റെ ഒരു ഓർമ്മ ഉണ്ടായിരുന്നു. അത് വെച്ച് പിന്നെ ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ ശ്രീരാജന് ഇഷ്ടപ്പെട്ടു. ആദ്യം തന്നെ പിടിച്ചാൽ മതി, നമുക്ക് കടന്ന് ചോദിച്ചു ഓക്കെയാണ്. പക്ഷെ ഇത് മൊത്തം പിടിക്കേണ്ട ഒരു കേട്ടോ എന്ന് പറഞ്ഞു. പിന്നെ അങ്ങോട്ട് പോകുമ്പോഴാണ് ഫൈറ്റ് ആണെങ്കിലും ഇമോഷണൽ സീക്വൻസ് ആണെങ്കിലും ഓട്ടോ ആണെങ്കിലും ഇരിപ്പാണെങ്കിലും എല്ലാത്തിലും അത് പിടിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അത് ഓട്ടോമാറ്റിക്കലി അത് ലോക്കായി. പിന്നെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ഒരു സീനാണ്. അതിൻ്റെ ഇടയിൽ കുറച്ച് ദിവസം ബ്രേക്ക് ഉണ്ടായിരുന്നു എനിക്ക് ബേസിൽ വന്നതിന് ശേഷം. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ദിവസം കണ്ട് എനിക്ക് ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ബേസിലെ സീനൊക്കെ കഴിഞ്ഞ് ഭയങ്കര കോമഡിയൊക്കെ ചിരിച്ച് കഴിഞ്ഞ് വന്നിട്ട് എൻ്റെ സീനെടുത്തപ്പോൾ ഞാൻ ആ സീനിൽ നടന്ന് കട്ട് പറഞ്ഞ് ഒന്ന് പ്ലേ ബാക്ക് നോക്കിയപ്പോഴും അതിൽ ഞൊണ്ടാൻ മറന്നുപോയി. അപ്പൊ ഞാൻ അയ്യോ വൺ മോർ എന്താ ഞാൻ ഞൊണ്ടിയില്ല, എന്നാ ഞൊണ്ടിയില്ലേ. അങ്ങനെയൊക്കെ ഒരു ഷോട്ട് സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ നല്ല പണിയായിരുന്നു. പക്ഷെ അതിനനുസരിച്ച് ഇങ്ങനത്തെ ഒരു വേറൊരു ചേഞ്ച് ആയിട്ടുള്ള മാനേജ് ചെയ്യാനായിട്ട് ഭയങ്കര ആഗ്രഹമാണ് അങ്ങനത്തെ ക്യാരക്ടർ ചെയ്യാൻ. താങ്ക് യു സോ മച്ച്. സൗബിൻക്ക് ഇപ്പൊ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന കൂലിയിലാണ് ലോകേഷ് കനകരാജിന്റെ കൂടെ. അതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും അപ്ഡേറ്റ് ഒന്ന് പറയാമോ?
ഇത് തന്നെ ഇത് നമ്മുടെ രഞ്ജിസാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. ഇപ്പോൾ ഒരു 4 മാസം കഴിഞ്ഞ് ഇനി ഒരു 1.5 മാസം കൂടി ഉണ്ട്. കുറച്ച് നാളായിട്ട് ഒരു 4-5 മാസമായിട്ട് കൂലി ഫിലിമിൻ്റെ വർക്കിലാണ്. പിന്നെ ഭയങ്കര വലിയൊരു എക്സ്പീരിയൻസ് ആണ്. അതിൽ ഉള്ള കാസ്റ്റും അതിൽ ക്രൂവും അതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളും എല്ലാം കണ്ടിട്ട് ഭയങ്കര കൊതിയാവുന്നു പിന്നെ ഒരു പടം ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് കൂലി മൂവി കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഡയറക്ഷനിലോട്ട് ഡയറക്ഷൻ ചെയ്യാന്നുള്ളൊരു പരിപാടി. മെയിൻ റോളാണോ രജനീകാന്തിന്റെ കൂടെ? അതിൽ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. കുറേ ക്യാരക്ടേഴ്സിന് മെയിൻ റോളാണ്. അതിപ്പോൾ ഒന്നും പുറത്തു വരാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്കാണ്. ഗാങ്സ്റ്റർ മൂവിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതന്നെയാണ് ആരാ പറഞ്ഞ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നോട് പറഞ്ഞു. എനിക്കറിയാം കുറേ ലേയേഴ്സ് ഉണ്ട്, കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. കാരണം ഞാൻ തന്നെ കുറേ കഥ പറയുമ്പോൾ തന്നെ നമ്മളത്തെ ഓരോരോ സീക്വൻസ് പറയുമ്പോൾ തന്നെ പല ചേഞ്ച് ചെയ്ത് പല സ്ഥലങ്ങളിൽ ഇങ്ങനെ സ്ക്രിപ്റ്റിനും മാറി ഭയങ്കര രസമായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ തന്നെ എന്താ പറയുക, വേറെ രീതിയിലുള്ള ലോകേഷ് കനകരാജിൻ്റെ വേറെ രീതിയിലുള്ള മൂവിയാണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രജനി സാറിൻ്റെ കാലൊക്കെ പെർഫോമൻസാണ്. എല്ലാവരും അടിപൊളിയായിരിക്കും. ഡ്യൂക്കിന്റെ കൂടെയാണ് ഞാൻ അടുത്ത ഡയറക്ഷനായിട്ട് വരുന്നത്. അത് എന്താണ് 2025-ലാണോ സ്റ്റാർട്ട് ചെയ്യാൻ? ഈ വർഷത്തിലുണ്ട്. അതിനെ പറഞ്ഞു കൂലി മൂവി കഴിഞ്ഞിട്ടുള്ള ബാക്കി പരിപാടി ഡയറക്ഷനിലോട്ട് കയറി. അതിന്റെ ജോണർ എന്തെങ്കിലും റിവീൽ ചെയ്യാൻ പറയാം, സമയമുണ്ട്. ഇതുവരെ കിടക്കണം. ഇതൊക്കെ മൂവി തന്നെയാണ് അടുത്തത്. പടത്തില് കുറെ കാലത്തിന് ശേഷമാണ് ഈ സ്ലാപ്സ്റ്റിക് കോമഡി ഒക്കെ നന്നായിട്ട് തിയേറ്ററിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. ഈ പ്രാവിക്കൂട് സിനിമയിൽ ഇപ്പം ബേസിലേട്ടൻ്റെ ഫ്ലാഷ് ബാക്ക് ഒക്കെ കാണിക്കുന്നത് ചെറുപ്പകാലൊക്കെ, അത് ക്ലൈമാക്സ് ആകുമ്പോൾ അതിൻ്റെ ഒരു എൻഡ് എന്തെങ്കിലും കാണിക്കുമെന്ന് വിചാരിച്ചു. ഒന്നും കണ്ടില്ല, അത് റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് എന്തായിരുന്നു ആ ചെറുപ്പകാല ബ്ലഡ് ഒക്കെ കാണിക്കുന്നത്? അതിപ്പോ പറയാൻ പറ്റില്ല. സെക്കൻഡ് പാർട്ടിലാണോ ഇപ്പം ജയഹേല് ട്രിവാൻഡ്രം സ്ലാങ് ഗംഭീരമായിട്ട് ചെയ്തതിനു ശേഷം മറ്റൊരു സ്ലാങ് ഇപ്പം തൃശ്ശൂർ സ്ലാങ്ങാണ് ഈ പടത്തിൽ ചെയ്തിരിക്കുന്നത്. അപ്പം എത്രത്തോളം പ്രയാസകരമായിരുന്നു അത്? അതേപോലെ പ്രിപ്പറേഷൻസ് എന്തൊക്കെയാണ് ചെയ്തത് സ്ലാങ് കുടിക്കാൻ? സ്ലാങ് ഈ ശ്രീരാജ് തൃശ്ശൂരുകാരനായതുകൊണ്ട് സെറ്റിൽ വന്ന് 2 ദിവസം കഴിയുമ്പോൾ തന്നെ പിന്നെ നമ്മൾ അതിലേക്ക് എല്ലാം തൃശ്ശൂരാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ അതിൻ്റെ തൊട്ട് പെട്ടെന്ന് എത്താൻ പറ്റുമെന്ന് തോന്നുന്നു. കുറേ അവരുമായിട്ട് അങ്ങനെ സംസാരിച്ച് വരുമ്പോഴേക്കും പിന്നെ ഡബ് ചെയ്യാനൊക്കെ കുറേ പണിയെടുത്തു. കുറേ ദിവസം ഡബ് ചെയ്തു. അങ്ങനെ എളുപ്പത്തിലൊന്നും ഡബ് ചെയ്ത് തീർക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനെ അതിനു വേണ്ടിയിട്ട് ഡബിലും പിന്നെ ലൊക്കേഷനിലൊക്കെ ഉള്ള അവരുടെ ഫീഡ്ബാക്കുകളൊക്കെ തന്നെയാണ്. അങ്ങനെയാണ് തൃശ്ശൂരിലേക്ക്. എന്നാലും ഭയങ്കര കംപ്ലീറ്റ് പക്കാ തൃശ്ശൂരാണെന്നും എനിക്ക് അറിഞ്ഞൂടാ. ഈ പറയുന്നത് നമുക്ക് വിചാരിക്കും ഭയങ്കര തൃശ്ശൂരാണെന്ന്. പക്ഷെ ശരിക്കുള്ള തൃശ്ശൂരുകാർ പറയണത് തൃശ്ശൂരാണോ അല്ലയോ. അതുകൊണ്ട് തൃശ്ശൂര് കണ്ടത് ഒരു മീഡിയത്തിലൊരു തൃശ്ശൂർ അത് കിട്ടുന്നുണ്ട്. പടത്തിന്റെ പേര് പ്രാവൻകൂട് ഷാപ്പ് എന്നുള്ള പേര് എങ്ങനെയാണ് ആ പേരിലേക്ക് എത്തുന്നത്? പ്രാവൻകൂട് ഷാപ്പ് എന്നുള്ള പേരിലേക്ക് അതിനെപ്പറ്റി ഡയറക്ടർ പറഞ്ഞിരുന്നു എന്തെങ്കിലും? അതൊക്കെ ഡയറക്ടറിന്റെ മണി. ഈ തൃശ്ശൂർ മാപ്രാണ സ്ഥലം ഉണ്ട്, അവിടെ പ്രാവൻകൂട് ഷാപ്പ് ഉണ്ട് ഒറിജിനലി. അത് ശ്രീരാജിന്റെ അമ്മ വീട് ഈ നെടുമ്പാളം എന്ന് പറഞ്ഞാൽ ഈ മാപ്രാണത്തിന് അടുത്തുള്ള നെടുമ്പാളം എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പൊ അവിടെ സംഭവിച്ച ഇതല്ല. ഈ മാപ്രാണം ഷാപ്പ് എന്ന് പറയുന്നത്, പ്രാവൻകൂട് ഷാപ്പ് എന്ന് പറയുന്നത് ഫേമസ് ആണ്. അവിടുത്തെ കറികളും സംഭവങ്ങളൊക്കെ നല്ല അപ്പൊ അവിടുത്തെ ഫേമസ് ആണത്. ഇപ്പോ അത് ഇല്ലെന്ന് തോന്നുന്നു. കുറച്ചാൾ ഓപ്പൺ ഉണ്ടായിരുന്നില്ല. അപ്പോ ഷാപ്പിൽ പോകുന്നവരോട് പറയാൻ അവരോട് പ്രാവൻകൂട് ഷാപ്പിനെ കുറിച്ച് 2 വാക്ക്. അതൊരു ചെറിയ ഷാപ്പ്. അത് അല്ല, ഞാൻ റോട്ടിൽ കൂടെ പോകുമ്പോൾ കാണാറ്. മാപ്രാണത്ത് നിന്ന് നെടുമ്പാൽ രാപ്പാൾ റൂട്ടിൽ പോണ സമയത്ത് അതൊരു പാടത്തിന്റെ നടുവിൽ, കോൾപ്പാടത്തിന്റെ നടുവിലുള്ള ഒരു ചെറിയ പാടത്തിന്റെ നടുവിൽ 4 പില്ലറിൽ ഉയർത്തപ്പെട്ട എനിക്കൊന്ന് ഒരു 20 ഇഞ്ച് മലയാള സിനിമയില് ഒരുപാട് പോലീസ് കഥാപാത്രങ്ങളുണ്ട്. പ്രധാനമന്ത്രി സുരേഷ് ഗോപി സാറൊക്കെയാണ് അങ്ങനെ പോലീസ് കഥാപാത്രങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോ ബേസിനായിട്ട് ഇഷ്ടപ്പെട്ട കുറച്ച് പോലീസ് കഥാപാത്രങ്ങൾ പറയാമോ മലയാള സിനിമയില്?
ക്വിസ് കോമ്പറ്റീഷൻ. പെട്ടെന്ന് ഇങ്ങനെ കേൾക്കുമ്പോഴേ ഇൻസ്പെക്ടർ ബൽറാം, പിന്നെ CD മൂസയിലെ ജഗതി ചേട്ടൻ ഉക്കരനല്ലേ, ഭാരത് മാതാക്കി ചെയ്യുന്ന കുറിച്ചിട്ട് പിന്നെ പിന്നെ എനിക്കിതിലെ റെഫറൻസ് എന്തായിരുന്നു അറിയോ? സിംഗം കരിയിട്ട്. അപ്പോ ഡയറക്ടർ സിംഗം മൂഡിൽ പിടിക്കാം എന്ന് പറയുമ്പോൾ ഷൂട്ട് തുടങ്ങാൻ 2 ആഴ്ചയുള്ളൂ. അപ്പം ഞാൻ ട്രെയിനറിൻ്റെ അടുത്ത് പറഞ്ഞു, ജിമ്മിൽ ബ്രോ 2 ആഴ്ചയുണ്ട്, സിംഗാവണം. ഇപ്പം അവരുടെ മനസ്സിൽ ഞാൻ പോലീസ് ജീപ്പിൽ ഇറങ്ങി വരുമ്പോൾ അവരുടെ മനസ്സിലുള്ള മ്യൂസിക് എന്നായിരിക്കും. അത് മാറ്റണം. ഷൂട്ട് തുടങ്ങുന്നതെന്ന് ഞാൻ പോലീസ് ജീപ്പിൽ എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് സിംഗം സിംഗം എന്നുള്ള മ്യൂസിക് ഇടാൻ തോന്നണം എന്ന് പറഞ്ഞു. അപ്പോൾ ട്രെയിനർ എൻ്റെ അടുത്ത് പറഞ്ഞു, 2 ആഴ്ചയില്ലേ സാർ, അത് മിക്കവാറും അതാവാനേ വഴിയുള്ളൂ, സിംഗാവാൻ ഒരു സാധ്യതയില്ലെന്ന് പറഞ്ഞു. പിന്നെ ഉള്ളതൊക്കെ വെച്ചിട്ട് കുറച്ച് സിംഗമായിട്ട് സിംഗാവാനം നോക്കി അത്രേ. ശക്തിമാനാണോ മിന്നൽ പുരളിയാണോ ഡയറക്ഷൻ നോക്കുന്നത്? ആകുമ്പോ പറയാം. എപ്പോ അങ്ങനെ അതെ അങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കാം. അത് സമയമാകുമ്പോ പറയാത് ആയി വരുന്നേ ഉള്ളൂ. നിങ്ങള് ശരിയായി വരും, ഇത്തിരി സമയം എടുക്കും. മലയാള സിനിമയിലെ ബേസിൽ ഷാബ് മറ്റേ ഷേഖാന്റെ വിഷയത്തിൽ ബേസിൽ ഷാബ് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഏറ്റവും കൂടുതൽ മന്ത്രി അടക്കമായിട്ട് വേണ്ടത്. അപ്പൊ ഈ ബേസിൽ ഷാബ് വിട്ടുപോകാൻ എന്താണ് ഒരു മാർഗം? എന്താണ് അതിനുള്ള പ്രതിവിധികൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് കൊറോണ വന്നാൽ ചിലപ്പോൾ ഷെയ്ക്കാൻ്റെ അതാണ് പ്രതിവിധി. അല്ല, അതിപ്പോ കൃത്യമായിട്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷെ അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ എൻട്രി ഫീ ഒക്കെ വെച്ച് കേട്ടിട്ട് വരും. ഇപ്പൊ എല്ലാരും കയറിക്കൊണ്ടിരിക്കും. പ്രേക്ഷകരായിരിക്കുന്നത് ആ യൂണിവേഴ്സിറ്റിയിലേക്ക് ധ്യാൻ ചേട്ടനും കൂടി വരണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് ആഗ്രഹമില്ല, ഞാൻ എടുക്കൂല. ഒന്ന് ആലോചിക്കണം.